അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനും സ്വഹാബത്തും അവിടുന്ന് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബി തങ്ങളും സ്വഹാബത്തും അവിടുന്ന് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? പടച്ചവനെ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കൂടെയുണ്ട്. നബി തങ്ങളുടെ കൂടെ ആയിഷ ബീബിയുമുണ്ട്. യാത്രയായത് കാരണം മലമൂത്ര വിസർജനം നടത്തണമല്ലോ. ഒരു സ്ഥലമെത്തിയപ്പോ യാത്ര അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ആയിഷ ബീബിയോട് പറഞ്ഞു തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പോകാറ്. ആയിഷ ബീബി തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി. ആവശ്യം കഴിഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വരികയാണ്. വാഹനത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആയിഷ കയറുന്നതെല്ലാവരും കണ്ടടോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കയറുന്നതെല്ലാവരും കണ്ടു. പടച്ചവനെ, നബി തങ്ങൾ പറഞ്ഞു ഇനി ആണുങ്ങൾ പോകാറ്. അങ്ങനെ ആണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. അവര് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല നഷ്ടപ്പെട്ടതറിയുന്നത് അപ്പോഴാണ്. ആയിഷയ്ക്ക് മനസ്സിലായി പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന്. ആയിഷ ബീബി ആരോടും പറയാതെ ഇറങ്ങി പോവുകയാണ്. പെട്ടെന്ന് പോയി മാല എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ്. ആയിഷ ബീബി ഇറങ്ങിപ്പോയത് ഒരാളും കണ്ടില്ല. പടച്ചവനെ, ആയിഷ ബീബി മാല തെരഞ്ഞു പോയി. സഹാബത്ത് മുഴുവനും തിരിച്ചു വന്നു. ആയിഷ ബീബി ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നിബിതങ്ങളും സ്വഹാബത്തും പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒറ്റക്കിരുന്ന് കരയുകയാണ്. അതാ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി വരികയാണ്. സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് വരികയാ. കാരണം എന്തെന്നറിയുമോ? എന്തേ ഒറ്റയ്ക്ക് വരാനുള്ള കാരണം? എന്തെങ്കിലും കളഞ്ഞു പോയാൽ നഷ്ടപ്പെട്ടു പോകുന്നത് എടുത്തുകൊണ്ടുവരാൻ നിബിതങ്ങൾ പുറകിൽ നിർത്തിയ സ്വഹാബിയാ. ഈ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ ഒരു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. ആരാണെന്നറിയുന്നില്ല. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ആരാണ് ഇവിടെ ഇരുന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ. അല്ലാഹു